നമസ്കാരം. അമേരിക്കയെയും ഇസ്രായേലിനെയും ഞെട്ടിച്ചുകൊണ്ടിരുന്ന ഇറാൻ ഇപ്പോൾ പുതിയ രീതിയിലേക്ക് കടന്നതോടുകൂടെ ഇപ്പോൾ അവർ ഞെട്ടുകയല്ല, കിടുകിട വിറക്കുകയാണ്. ഞെട്ടൽ അവസാനിക്കുന്നില്ല. അത്തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അമേരിക്കയെയും ഇസ്രായേലിനെയും ഇറാൻ വിറപ്പിക്കുകയാണ്. വിറച്ചതിന്റെ ഭാഗമായി യുദ്ധം അവസാനിപ്പിക്കാം, ചർച്ചയാകാം, 48 മണിക്കൂറെങ്കിലും വെടിനിർത്തണം എന്ന് അമേരിക്ക പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക്, അല്ലെങ്കിൽ ഇസ്രായേൽ അങ്ങനെ ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. എന്നാൽ അങ്ങനെ ഒരു വെടിനിർത്തലുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയ്ക്ക് ഞങ്ങൾ ഇപ്പോൾ തയ്യാറല്ല. ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഉപാധികൾ നിങ്ങൾ അംഗീകരിച്ചാൽ നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം എന്നുള്ള ഒരു നിലപാടാണ് ഇവിടെ ഇറാൻ സ്വീകരിച്ചിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ സമയങ്ങളിലൊക്കെ അത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇവിടെ നേരത്തെ ഇടക്കൊന്ന് ഞെട്ടിക്കും, ഇതായിരുന്നു ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരുന്ന വാർത്ത എങ്കിൽ ഇപ്പോൾ ഈ ഞെട്ടൽ അവസാനിക്കുന്നില്ല. കിടുകിട വിറക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ ഒരു സ്റ്റെൽത്ത് വിമാനം F-35 എന്ന് പറയുന്ന വിമാനം, ഈ വിമാനത്തെ മധ്യ ഇറാനിൽ വെച്ച് ഈ വിമാനത്തിന് നേരെ വെടിയുതിർത്തു. വിമാനം വളരെ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. പൈലറ്റ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നൊക്കെയുള്ള വാർത്തകൾ വന്നിരുന്നു. ഇന്ന് F-15 എന്ന് പറയുന്ന ഒരു വിമാനം അടിച്ചിട്ടുണ്ട്. അമേരിക്കക്ക് ഏകദേശം ഇതിനോടകം 17ഓളം വിമാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേലിലും വിമാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അമേരിക്കയുടെ നിരവധി സൈനികർ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഇസ്രായേലിനകത്ത് ഇന്നലെ നടന്ന ആക്രമണത്തിൽ, അവരുടെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ നടന്ന ആക്രമണത്തിൽ 100-ലധികം ആളുകൾക്ക് പരിക്കേറ്റു എന്നായിരുന്നു വാർത്ത. അതിപ്പോൾ 200 എന്നൊരു കണക്കാണ് പുറത്തു വരുന്നത്. ഇതിൽ തന്നെ 30-ലധികം ആളുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്ന വാർത്ത പുറത്തു വരുന്നു. എന്തായാലും ഇവിടെ അമേരിക്ക ഞെട്ടാൻ ഈ ആക്രമണങ്ങൾ മാത്രമൊന്നുമല്ല, ഇത് അമേരിക്കക്ക് നേരിട്ട് ബാധിക്കുന്നതല്ല. അമേരിക്കയിലല്ല ഈ ആക്രമണങ്ങൾ നടക്കുന്നത്. ഗൾഫ് മേഖലയിലുള്ള അമേരിക്കൻ ബേസുകൾക്ക് നേരെയും ഇസ്രായേലിലേക്കുമാണ് ഈ ആക്രമണങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് അമേരിക്കയിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ അങ്ങനെ ബാധിച്ചിട്ടില്ല. അമേരിക്കൻ സൈനികരെയും മറ്റ് അമേരിക്കൻ സൗകര്യങ്ങളെയും താല്പര്യങ്ങളെയും ഒക്കെ ബാധിച്ചിട്ടുണ്ട്, ഇസ്രായേലിനെയും ബാധിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ അമേരിക്കയെ നേരിട്ട് ബാധിക്കുന്ന രീതിയിലുള്ള ചില സംഭവങ്ങൾ ഉണ്ടായി. അമേരിക്കയുടെ ആയുധ കച്ചവടത്തെ ബാധിക്കുന്ന ചില ആക്രമണങ്ങൾ. F-35 യുദ്ധവിമാനം എന്ന് പറയുന്നത് അമേരിക്കയുമായി സഖ്യത്തിലുള്ള 20ഓളം രാജ്യങ്ങളുടെ പക്കലുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ വിമാനങ്ങൾ ഇവർ വാങ്ങിയത്. റഡാറുകളുടെ കണ്ണുവെട്ടിക്കാൻ കഴിയുന്ന വിമാനങ്ങൾ എന്ന നിലക്കാണ് ഈ വിമാനങ്ങൾ വാങ്ങിക്കൂട്ടിയത്. എന്നാൽ ഈ വിമാനത്തെയാണ് ഇറാൻ വളരെ ചെറിയ ഹ്രസ്വദൂര മിസൈൽ ഉപയോഗിച്ച് ഇവിടെ അടിച്ചിട്ടത്. ഒരിക്കലും ഈ വിമാനത്തെ തകർക്കാൻ കഴിയില്ല, റഡാറുകളുടെ കണ്ണുവെട്ടിക്കാൻ മിടുക്കനാണ്, കേമനാണ് എന്നായിരുന്നു അമേരിക്ക അവകാശപ്പെട്ടിരുന്നത്. അമേരിക്കയുടെ അവകാശവാദങ്ങൾ കണ്ടാണ് പലരും ഈ വിമാനം വാങ്ങിക്കൂട്ടിയത്. എങ്ങനെയാണ് ഇറാൻ ഇവിടെ ഈ വിമാനത്തെ അടിച്ചിട്ടത് എന്ന് ചോദിച്ചാൽ, ഇൻഫ്രാറെഡ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഈ വിമാനത്തെ അടിച്ചിട്ടത് എന്നാണ് പുറത്തുവരുന്ന വിവരം. റഡാറുകളെ ആഗിരണം ചെയ്യുകയോ വഴിതിരിച്ചു വിടുകയോ ചെയ്യാനുള്ള കഴിവ് ഈ വിമാനത്തിനുണ്ട്. അതാണ് റഡാറുകളുടെ കണ്ണുവെട്ടിച്ച് ഈ വിമാനം പലപ്പോഴും രക്ഷപ്പെടുന്നത്. അദൃശ്യമായി സഞ്ചരിക്കാൻ ഈ വിമാനത്തിന് കഴിയുന്നു. എന്നാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇവിടെ ഈ വിമാനത്തെ തകർക്കാൻ ഇൻഫ്രാറെഡ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇവിടെ തദ്ദേശീയമായി ഇറാൻ വികസിപ്പിച്ചെടുത്ത മാജിദ് മിസൈൽ ഉപയോഗിച്ചു എന്നതാണ് വാർത്ത. ഹ്രസ്വദൂര മിസൈലാണ്. ലക്ഷ്യത്തിന് വളരെ അടുത്തുകൂടെയാണ് ഈ വിമാനം പറക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഹ്രസ്വദൂര മിസൈൽ ഉപയോഗിച്ച് ഈ വിമാനത്തെ അടിച്ചിടാൻ കഴിയുമെന്നുള്ളൊരു തിരിച്ചറിവ് ഇറാനുണ്ടായി. ഇവിടെ ഈ വിമാനത്തിന്റെ എഞ്ചിൻ പുറത്തുവിടുന്ന ചൂടാണ് ഇവിടെ ഈ മിസൈൽ തിരിച്ചറിയുന്നത്. അങ്ങനെയാണ് ഇവിടെ ഈ മിസൈൽ ഈ വിമാനത്തെ അടിച്ചിടുന്നത്. ഹീറ്റ് സീക്കിംഗ് എന്ന് പറയുന്ന ഒരു സാങ്കേതിക വിദ്യ. ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത ഒരു ആശയക്കുഴപ്പത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി. അവർ വല്ലാത്ത ഒരു വിറയലോട് കൂടി തന്നെയാണ് ഈ വിമാനത്തെ വെടിവെച്ചിട്ടതിനെ നോക്കിക്കാണുന്നത്. 20ഓളം രാജ്യങ്ങൾ ഈ വിമാനം വാങ്ങിയിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ രാജ്യങ്ങളൊക്കെ ഇപ്പോൾ വല്ലാത്ത ആശയക്കുഴപ്പത്തിലാണ്. പണം പോയല്ലോ എന്നൊരവസ്ഥയിലാണ് അവരൊക്കെ ഉള്ളത്. അത്തരത്തിൽ ഇവിടെ അമേരിക്ക കണ്ടതിനേക്കാൾ അമേരിക്ക മനസ്സിൽ കണ്ടപ്പോൾ ഇറാൻ അത് മാനത്ത് കണ്ടു. അത്രമാത്രം ഇറാന്റെ സാങ്കേതിക വിദ്യ വളർന്നു. അതാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇസ്രായേലിനെയും അതുപോലെ തന്നെ അമേരിക്കയെയും ഒക്കെ വിറപ്പിച്ചിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഉണ്ടായിട്ടുള്ള ആക്രമണം അതീവ സുരക്ഷയുള്ള ഒരു പ്രദേശമാണ്. ഇന്ന് ലോകത്തെ ഏറ്റവും മെച്ചപ്പെട്ട പ്രതിരോധ സംവിധാനം എന്ന് പറയുന്നത് അയൺ ഡോമും അതുപോലെ തന്നെ ആരോ, താഡ് തുടങ്ങിയ പ്രതിരോധ സംവിധാനങ്ങളാണ്. ഈ പ്രതിരോധ സംവിധാനങ്ങളെയാണ് തകർത്ത് ഇവിടെ ആക്രമണം നടത്താൻ, ആക്രമിച്ച് നാശങ്ങൾ വരുത്താൻ ഇവിടെ ഇറാന് കഴിഞ്ഞത്. അത്ര ശക്തമായ പ്രഹരശേഷിയുള്ള മിസൈലുകളാണ് ഇവിടെ ഈ ഡിമോണ ആണവ കേന്ദ്രത്തിന് നേരെ ഇറാൻ പ്രയോഗിച്ചത്. ബെൻഗുറിയോൺ എയർപോർട്ടിൽ വലിയ നാശനഷ്ടങ്ങൾ ഇവിടെ ഈ കഴിഞ്ഞ ദിവസം ഇസ്രായേലിനുണ്ടായി. അതിനുവേണ്ടി ഇറാൻ ഉപയോഗിച്ചത് ഡ്രോണുകളാണ്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ പുറത്തു വരുന്നു.
പഴയ ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ഇവിടെ നേരത്തെ ആക്രമിച്ചിരുന്നത് എങ്കിൽ ഏറ്റവും പുതിയ മിസൈലുകളുമായി ബന്ധപ്പെട്ട് ഒരു രൂപവും ഇവിടെ ഇസ്രായേലിനും അമേരിക്കക്കും പിടികിട്ടിയിട്ടില്ല. 4000 കിലോമീറ്റർ ദൂരത്തുള്ള ഡീഗോ ഗാർഷ്യ ദ്വീപിലേക്ക് മിസൈൽ എത്തിയപ്പോൾ അമേരിക്ക ആദ്യം ഒന്ന് ഞെട്ടി. അതിനുശേഷം ആ ഞെട്ടൽ വിട്ടുമാറിയിട്ടില്ല. ബ്രിട്ടനും ഇപ്പോൾ ആ ഞെട്ടൽ വിട്ടുമാറിയിട്ടില്ല. പനി പിടിച്ച ഒരു അവസ്ഥയിലേക്ക് അവർ പോയിരിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. എന്തായാലും ഇനി വിറയൽ അവസാനിക്കാനുള്ള സാധ്യതയില്ല, അല്ലെങ്കിൽ ഞെട്ടൽ മാറാനുള്ള ഒരു സാധ്യത കാണുന്നില്ല. ഈ യുദ്ധം അവസാനിച്ചാലും ഇവിടെ ഈ ഒരു ഓർമ്മകൾ നിലനിൽക്കും. ഈ ഓർമ്മകൾ അവരെ തുടർച്ചയായി അവരെ വിറയ്ക്കുന്ന അല്ലെങ്കിൽ ഞെട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകും എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല.